20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കൂ. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. വൃക്കരോഗിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിന് പുസ്തകങ്ങൾ സംഭാവന നൽകി. എടക്കാക്കുണ്ട് ഹൈസ്കൂൾ പടിയിൽ താമസിക്കുന്ന വൃക്കരോഗിയായ ചക്കുങ്ങൽ റജീന എന്ന യുവതിയുടെ ചികിത്സാ ഫണ്ടിലേക്കാണ് പുസ്തകങ്ങൾ സംഭാവന ചെയ്തത്. കാളികാവിലെ ഫസലുദ്ദീൻ മാസ്റ്ററെ കുറിച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന പൂവിതൽ പോലൊരു ജീവിതം എന്ന പുസ്തകമാണ് സംഭാവന ചെയ്തത്. അടക്കാക്കുണ്ട് ഹൈസ്കൂൾ പടിയിൽ താമസിക്കുന്ന വൃക്കരോഗിയായ ചക്കുങ്ങൽ റജീന എന്ന യുവതിയുടെ ചികിത്സാ ചെലവ് നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച സഹായ സമിതിയുടെ നേതൃത്വത്തിലാണ് നടന്നുവരുന്നത്. ചികിത്സാ ചെലവിലേക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് 500 പുസ്തകങ്ങളാണ് സംഭാവന ചെയ്തത്. പുസ്തകങ്ങൾ വിറ്റ് കിട്ടുന്ന മുഴുവൻ തുകയും യുവതിയുടെ ചികിത്സാ ചെലവിലേക്ക് ഉപയോഗിക്കും. പുസ്തകത്തിന്റെ എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായ ഡോക്ടർ ലത്തീഫ് പടിയത്ത്, കെ ഹാഫിസ്, കെ അത്തീഫ് മാസ്റ്റർ, പി കെ സക്കീർ ഹുസൈൻ, ഷറഫുദ്ദീൻ എന്നിവർ ചേർന്നാണ് പുസ്തകങ്ങൾ കൈമാറിയത്. എങ്ങനെ സ്നേഹിക്കണമെന്നുള്ള ഒരു മഹത്തായ മാതൃകയാണ് മലപ്പുറം എന്നെനിക്ക് തോന്നാറുണ്ട്. ഞാൻ നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോഴും വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ ചക്കുങ്ങൽ റജീന എന്ന് പറയുന്ന നമ്മുടെ സഹോദരി ഇത്രമാത്രം പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിൽ അവരെ കേവലം എന്തെങ്കിലും കൊടുത്ത് സഹായിക്കുക എന്നുള്ളതല്ല, നമ്മളെപ്പോലെ തന്നെ ആരോഗ്യത്തോടു കൂടി അവർ. ചികിത്സാ സഹായ സമിതിയുടെ ചെയർമാൻ പി കെ മുസ്തഫ, കൺവീനർ വാർഡംഗം കൂടിയായ ജമാൽ ചക്കുങ്ങൽ, വി പി ഷംസു, കെ ഷമീർ, എ കെ റിയാസ്, എൻ ശിവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാളികാവ്.